പണ്ട് പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് മലപ്പുറത്ത് കൂടി ഓടിയ തനിക്ക് ഷെയറുള്ള ബസ്സില് കുറെ കാലം ചെക്കറായിട്ട്, മലപ്പുറത്തുകാർ ചെക്കർ എന്നാ പറയാ, ഡോറടക്കുന്നയാള്, ആ രൂപത്തില് അധ്വാനിച്ചയാള്, പ്രവർത്തിച്ചയാള് ബസ്സിലാണത്. നിങ്ങൾക്ക് സമസ്തയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സമസ്ത പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ. ഈ ചങ്ങാതിമാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പോവുക. 4 കക്ഷികളാണ്, 4 ആളുകളാ ഇതിലെ പ്രധാനികൾ. ഒന്ന് ഞാൻ ഈ പറയുന്ന വെളുത്ത താടിയുള്ള മനുഷ്യൻ. രണ്ടാമത്തെ വേറെ ഒരാളുണ്ട്, താടിയിൽ മൊയിലാഞ്ചിയിട്ട് അങ്ങനെ നടക്കുന്ന നമ്മുടെ ഉരുളങ്കല്ലുള്ള റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചാൽ ആ രൂപത്തിൽ വർത്താനം പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ കടന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്ക് താടിയിൽ മൊയിലാഞ്ചിയിടും, ഇടയ്ക്ക് ഗൾഫിൽ പോയാ പാന്റ് എടുക്കും. അങ്ങനെ നടക്കുന്ന വേറെ ഒരാളുണ്ട്. അയാളുടെ പേര് പോലും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അമ്പലക്കടവ്. അയാളുടെ പേര് പോലും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ, അയാളാ രണ്ടാമത്തെ ആൾ. ഇതിനു വേണ്ടിയിട്ട് നോളേജ് സിറ്റിയാകുന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയം നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ, മറ്റു മന്ത്രിമാർ പറഞ്ഞ, നാട് മുഴുവനും ആഘോഷിച്ച പരിപാടിക്കെതിരെ വന്ന രണ്ടാമത്തെ മഹാകള്ളൻ ഇയാളാ, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ്. മൂന്നാമത്തെ ഒരാളുണ്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തോട്ടുമുക്കത്തുകാരൻ. ആ തോട്ടുമുക്കത്തുകാരനാണ് നൂറുദ്ദീൻ വക്കീലിന് സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ചുകൊടുത്തത്. പിന്നെ ചേകനൂരിനെ തട്ടിയ പോലെ നിങ്ങളെ തട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്തു? വക്കീലിനെ വെച്ചുകൊടുത്തു. നൂറുദ്ദീൻ മുസ്ലിയാരോട് പറയട്ടെ, ചേകനൂരിനെ തട്ടിയതുപോലെ തട്ടും എന്ന് അവര് പറഞ്ഞെങ്കിലും ലക്ഷ്യം അതല്ല. നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാ സമസ്തക്കാര് കൂടെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ചത്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ AP ഉസ്താദിന്റെ അടുത്ത് വന്ന് വേറെ കാശ് വാങ്ങുമോ? കേസ് തോൽക്കാൻ വേറെ വല്ലതും പണി ചെയ്യുമോ? നിങ്ങളെ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ 5 ലക്ഷം രൂപയും സെക്യൂരിറ്റി സ്റ്റാഫിനെയും വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉപദേശം നൽകിയ മനുഷ്യനാണ് തോട്ടുമുക്കത്തുകാരൻ. ആ തോട്ടുമുക്കത്തുകാരൻ ഇസ്മായിൽ. നാലാമത്തെ ഒരാളുണ്ട്, അയാൾ ഓമശ്ശേരിക്കാരനാ, ഓമശ്ശേരിക്കാരൻ വാദ്യാർ, മുണ്ടുപാറക്കാരൻ. ആ മുണ്ടുപാറക്കാരനാണ് ചെന്നൈയിൽ പോകുന്നയാൾ. അയാളാണ് കോഴിക്കോട്ടെ ഓഫീസിലും വടകര വീട്ടിലുമൊക്കെ ചെന്ന്, പയ്യോളിയിലെ വീട്ടിലുമൊക്കെ ചെന്ന് കാര്യങ്ങൾക്ക് വേണ്ട രൂപത്തിൽ വിഷയങ്ങൾ ചെയ്യുന്നതും പത്രത്തിൽ എഴുതേണ്ട റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതും ഈ മുണ്ടുപാറക്കാരനാണ്. ഇവരടങ്ങുന്ന കറക്കു കമ്പനിയാണ് സമസ്തക്കാര്. ആ സമസ്തക്കാരാ നോളേജ് സിറ്റിക്കെതിരെ നടക്കുന്നത്. ചോദിക്കട്ടെ, ഇത് സമസ്തന്റെ പാരമ്പര്യ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ഈ കാണുന്ന രൂപത്തിൽ അള്ളാഹ് സഹായിച്ച് ഇവര് 17 എതിർകക്ഷികൾക്കെതിരെയാണ് കേസ് കൊടുത്തത്. 17ൽ 11 ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. 17ൽ 11 ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാ. 17ൽ 11 ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞങ്ങളെ പണി വളരെ എളുപ്പമായി. 12ാമത്തെ ആള് AP ഉസ്താദ്, 13ാമത്തെ ആള് കാലിക്കറ്റ് ലാൻഡ്മാർക്ക്, ശേഷം 4 ലാൻഡ് ഓണേഴ്സും. ഈ 17 ആളുകൾക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന്റെ തക്ക ശിക്ഷ ഇനി വരാനിരിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ പഴയ പ്രാർത്ഥന, ആ ദുആയുണ്ട് മുഖം കെടാൻ. ആ ദുആഇന്റെ ശരിയായ മറ്റൊരു രൂപം മദ്രാസിൽ നിന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തീർച്ച കേൾക്കും. അവിടെ വെച്ചുകൊണ്ട് പ്രഗൽഭനായ ഉമ്മൻ വി ഉമ്മൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ഉമ്മൻ വി ഉമ്മൻ ചോദിച്ചതെന്നറിയുമോ? അദ്ദേഹം ചോദിച്ചു, ഈ പറയുന്ന ആളുകളോട് ഉമ്മൻ വി ഉമ്മൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്നത് ഇവരുടെ വാദം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. എന്റെ ശേഷം പ്രസംഗിക്കേണ്ട നമ്മുടെ മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്.